23 മോഡൽ 24 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് 18,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്, സൺറൂഫ് ഉള്ള ബേസ് മോഡലിന്റെ മുകളിലാണ് വേരിയന്റ് വരിക. 27 വരെ വാറണ്ടി ഉണ്ടാവില്ലേ? പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു വര, ഒരു മക്കള് ബാഗ് ഒരുതി പോകുമ്പോൾ ഉള്ള വര പോലും സഹിക്കാൻ പറ്റാത്ത ഞാൻ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് അതേ രീതിയിലുള്ള കസ്റ്റമർ ഉപയോഗിച്ചിട്ട് കൊടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ 21 മോഡൽ ഫുൾ കമ്പനി സർവീസ് ഉണ്ടല്ലേ? സർവീസ് ഉള്ള 29,000 CVT ഗിയർ ബോക്സ്, ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ, ഷാർപ്പാണ്. അന്നത്തെ ഫുള്ള് ഷാർപ്പ്. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? നമസ്കാരം. അല്ല ബോക്സ് വാഗൺ അല്ലല്ലോ, MG ആണല്ലോ മൊത്തം കാണുന്നത്. അല്ല ഒന്നുമില്ല, ഇങ്ങനെ ഒരേ കളറിൽ നല്ല ആനക്കുട്ടികളെ കണ്ടപ്പോൾ എടുത്ത് MG ആയിക്കോട്ടെ. അപ്പോൾ 3 MG ഹെക്ടർ ഇവിടെ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ MG-നോടാണ് കുറച്ച് താല്പര്യം എല്ലാവരും പറയുന്നത്. അല്ല MG നല്ല മൂവിങ്ങാ യൂസ്ഡ് കാർ മാർക്കറ്റിൽ. അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് പോലും മൈലേജ് കുറഞ്ഞിട്ട് പോലും അത്രയും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫീച്ചേഴ്സും വണ്ടീൻ്റെ ആ ഡ്രൈവിംഗ് കംഫർട്ടും വേറെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ MG മാത്രമല്ല വേറെ ഉണ്ടല്ലോ? എല്ലാ സെഗ്മെന്റും ഉണ്ട്. എല്ലാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മെട്രോ കാസിൽ വെച്ചിട്ടാണ്. കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ എന്നത്തെയും പോലെ തന്നെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കും. മറന്നുകൊണ്ട ക്വാളിറ്റിയുള്ള നല്ല വണ്ടികൾ, അത് മോഡൽ അത്യാവശ്യം കൂടിയ വണ്ടികൾ തന്നെയാണ് ഇവിടെ ലഭിക്കാറുള്ളത് അല്ലേ? ഓക്കെ. നിങ്ങളുടെ ഷോറൂം വാറണ്ടിയും ഫ്ലഡും ടോട്ടൽ ലോസ് ഉണ്ടാവില്ല എന്നുള്ള ഗ്യാരണ്ടിയും 19 മുതൽ ഇങ്ങോട്ടേക്ക് മുമ്പ് പറഞ്ഞ് തുടങ്ങിയ സാധനം 26-ലും പറയുന്നു. അത്രയേ ഉള്ളൂ. കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മുടെ ഒപ്പം തന്നെയുണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. എല്ലാത്തിനെയും നല്ല അടിപൊളി പ്രൈസിങ് ആക്കിയിട്ടില്ലേ? എല്ലാം. ഓക്കെ. അപ്പോൾ നല്ല അടിപൊളി വണ്ടികളല്ലേ, നിങ്ങൾ നോക്കി നടക്കുന്ന വണ്ടികൾ തന്നെയാണ് നമ്മൾ സ്റ്റോക്കിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. എന്തായാലും MG തന്നെ തുടങ്ങാം. ഇത് KL11, 3 KL11 വണ്ടിയല്ല? 3 KL11 കുറവാന്നുള്ളൊരു ചീത്തപ്പേര് ഞങ്ങൾക്ക്. KL11 കുറച്ച് കൂടുതലായിക്കോട്ടെ. നിങ്ങൾ വല്ലാണ്ട് KL2 ആൾക്കാരാണ്. KL2, KL25, KL1. ഓക്കെ. എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 25,000 കിലോമീറ്റർ ഓടിയ 29,000 കിലോമീറ്റർ ഓടിയ MG ഹെക്ടർ ഷാർപ്പ് CVT 1.5 പെട്രോളാണ്. 21 മോഡൽ അല്ല? 21 മോഡൽ പെട്രോൾ CVT ആണ്. മറ്റേനേക്കാളും കുറച്ചും കൂടി മൈലേജ് ഉണ്ടാവും അല്ലേ CVTക്ക്? ടോർക്ക് കൺവെർട്ടറിനേക്കാളും നോർമൽ കുറച്ച്, അത് നമുക്ക് യൂസേജ് അനുസരിച്ചാണ് മാറും. രണ്ടും ഏകദേശം ഉണ്ട്, പക്ഷെ ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ പക്ഷേ ലോങ് ഡ്രൈവ്സിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കാണിക്കുന്നത്. എന്തായാലും ഒരു 9-12 മാക്സിമം അല്ലേ? അത്രയും കണ്ടാൽ മതി. മാക്സിമം വെയിറ്റ് ഉണ്ട്, നല്ല ലെങ്തിയർ ബോഡിയാണ്, സുഖം എല്ലാം കൂടി. നല്ല ഹൈറ്റിലാണ് വണ്ടി, നല്ല വിസിബിലിറ്റി, റോഡ് പ്രസൻസും കാര്യങ്ങളും തരുന്നൊരു വണ്ടി. തീർച്ചയായും. അപ്പോൾ കുറച്ച് കംഫർട്ടിന് സ്ഥലം കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നിപ്പുറത്ത് കോംപ്രമൈസ് ചെയ്യുന്നത് മൈലേജിലായിരിക്കും. ഓക്കെ. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് വലിയ മെയിൻ്റനൻസ് ഇല്ല. അല്ല, ഇനി ഇത് കാണുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് MG ഇത്രയും ഇറങ്ങുന്നതെന്നുള്ളത്. സെൽറ്റോസിനെ കൊണ്ട് ഇങ്ങനെ ഒരു അപവാദം കുറേ ആയിട്ട് ഞാൻ കമന്റിൽ കാണുന്നുണ്ട്. സെൽറ്റോസ് കുറേ ഉണ്ട്. സെൽറ്റോസ് അത്രയും പുതിയ ഇറങ്ങുന്നതുകൊണ്ട് തന്നെയാണ് യൂസ്ഡ് കാർ മാർക്കറ്റിൽ അത്രയും വരുന്നത്. സെൽറ്റോസ് നന്നായിട്ടുണ്ട്, ക്രെറ്റ നന്നായിട്ടുണ്ട്, വെന്യൂ, സോണറ്റ്, ഈ വണ്ടികൾ എല്ലാവരും മത്സരിച്ച് ആൾക്കാർ എടുക്കുന്നുണ്ട്. കാരണം ആദ്യം നമ്മളൊരു സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഒരു വാഗണാർ എടുക്കുന്ന ഒരു കസ്റ്റമറോ സ്വിഫ്റ്റ് എടുക്കുന്ന കസ്റ്റമറോ അടുത്തെന്ന് പറഞ്ഞ് നേരെ പോയി ചാടുന്നത് അടുത്തത് ഒരു ഹയർ സെഗ്മെൻ്റ് ആയിട്ടുള്ള സോണറ്റ്, വെന്യൂ. ഇനി അതല്ല കുറച്ചും കൂടി ബഡ്ജറ്റ് വൈസ് എനിക്ക് താല്പര്യമുണ്ട്, എനിക്ക് കുറച്ചും കൂടി സ്പേഷ്യസ് ആണെന്ന് പറഞ്ഞാൽ ക്രെറ്റ അല്ലെങ്കിൽ സെൽറ്റോസ്. ഇനി അതിന് കുറച്ചും കൂടി മുകളിലേക്ക് ചിന്തിക്കുന്നവരാണ് MG ഹെക്ടറിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ 21 മോഡൽ ഫുൾ കമ്പനി സർവീസ് ഉണ്ടല്ലേ? സർവീസ് ഉള്ള 29,000 CVT ഗിയർ ബോക്സ്, ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ, ഷാർപ്പാണ്. ഷാർപ്പ് അന്നത്തെ ഫുള്ള് ഷാർപ്പ്. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്നത് 12,45,000 രൂപയാണ്. 12.45 CVT ഓട്ടോമാറ്റിക് 2021 MG ഹെക്ടർ കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? നിയർലി 11.5, ചിലപ്പോൾ 12 വരെ കയറും. 11.5 ഗ്യാരണ്ടി എന്തായാലും കയറും. നല്ല ട്രാക്കുള്ള കസ്റ്റമേഴ്സ് എല്ലാവർക്കും 11.5 കയറും. ഓക്കെ. 12 വരെ ചാൻസ് ഉണ്ട്. ഓക്കെ. പ്രൈസ് ഫൈനലല്ലോ പറയുന്നില്ല, മരം ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും ഹെക്ടർ KL11 കോഴിക്കോട് വണ്ടി തന്നെ. അതെ, ഹെക്ടറാണ്. 5 സീറ്റർ സെയിം സാധനം, ഷാർപ്പ് തന്നെ, CVT, ഒറ്റ സ്പെക്ക്, കിലോമീറ്ററിൽ മാത്രം ഡിഫറൻസ്. ഇത് 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മറ്റേ 29 39 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. നല്ല ടയർ ഭാഗം കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഒന്നും ചെയ്യാനില്ല, റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നും ചെയ്യാനില്ല. സർവീസ് ഒക്കെ പക്കയാണ്. നമ്മൾ വാങ്ങി അങ്ങനെ തന്നെ ഉള്ളത്. ഒരു പോളിഷ് പോലും ചെയ്തിട്ടില്ല, ടച്ചപ്പിനും പോയിട്ടില്ല, ഒന്നിനും പോയില്ല. പോളിഷ് ഒക്കെ ചെയ്തിട്ടല്ലേ കൊടുക്കുള്ളൂ. അങ്ങനെയാണല്ലോ, കളറാക്കിയിട്ടല്ലേ കൊടുക്കുള്ളൂ. ന്യൂ കാറിനെ വെല്ലുന്ന രീതിയിൽ കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളൂ. ഓക്കെ. ഇതിനെത്തിരാ? ഇത് നമ്മൾ ചോദിക്കുന്ന സെയിം റേറ്റ് തന്നെ, 12.45 ചോദിക്കുന്നത്. മാന്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും വരുത്തി കൊടുക്കും. മാക്സിമം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി വണ്ടി എവിടെ വേണമെങ്കിൽ കൊണ്ട് ചെക്ക് ചെയ്യാനുള്ളത്.
MG തന്നെ ഉണ്ടോ? ഡാമിനേറ്റർ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഇത് നേരത്തെ കണ്ടവരല്ല. ഇത് ഹെക്ടർ പ്ലസ് ആണ്, 6 സീറ്റർ വാഹനമാണ്. KL11 കോഴിക്കോട് വണ്ടി തന്നെ. അതെ, എല്ലാം മാറും അല്ലേ? ആ, ഫ്രണ്ട് ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, DRL, ടെയിൽ ലൈറ്റ്, എല്ലാത്തിനും ഡിഫറൻസ്. ഇന്റീരിയർ എല്ലാം മാറുന്നുണ്ട്. 6 സീറ്റും ആവും. 6 സീറ്ററും നേരത്തെ വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 7 സീറ്റിൽ ഇരിക്കാം. അതെ, വേണേ നടുവിൽ. ബാക്കി ഫീച്ചേഴ്സ് സൈഡൊക്കെ എല്ലാം ഏകദേശം സെയിം ആണ്. ഡിസൈനിൽ ചെറിയ വ്യത്യാസം ഫ്രണ്ടിലും ബാക്കിലും. എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെ. 62,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 61 സംതിങ് 62,000 ആവുന്നു. പെട്രോൾ തന്നെ? പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെ. ടർബോ CVT തന്നെ വരുന്നത്. 61,000 കിലോമീറ്റർ. ഇപ്പോൾ 60ൻ്റെ സർവീസ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്ത് ഇൻക്ലൂഡിങ് ഇൻഷുറൻസ് നമ്മൾ വണ്ടി കൊടുക്കും. എത്ര കൊടുക്കും? ഇത് നമുക്ക് 13,45 ഇവിടെ ചോദിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഇത് സിംഗിൾ ഓണർ, എല്ലാം സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 13,40 ഇപ്പൊ ചോദ്യം. 6 സീറ്റർ ആണ് ഇത്. നേരത്തെ കണ്ട 5 സീറ്റർ ആണ്, ഇത് 6 സീറ്റർ ഹെക്ടർ പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏകദേശം മാക്സിമം ലോണും ഫണ്ടിങ് കിട്ടുന്ന വണ്ടി തന്നെയാണ്. ഏകദേശം 28.5 ലക്ഷം രൂപയോളം ഫ്രഷിന് വരുന്ന വണ്ടിയാണ്. ഏകദേശം പകുതി ലെവലിൽ വണ്ടി കിട്ടും. ഓക്കെ, അപ്പോൾ MGയുടെ ഷോറൂം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. ധൈര്യമായിട്ടിരിക്കും. അവിടെയോ അല്ലെങ്കിൽ വേറെ അടുത്തോ എവിടെയെങ്കിലും ചെക്ക് ചെയ്യാം. ഇതിന് സർവീസ് എല്ലാം കോഴിക്കോട് ഷോറൂമിൽ തന്നെയാണ്. അതിൻ്റെ ഫുൾ ഹിസ്റ്ററി ഇവിടെ തന്നെ ഉണ്ടാവും, ട്രാക്ക്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. 1 2 3 4ാമത്തെ MG. 3 വെറുതെ കള്ളം പറഞ്ഞതാണ്. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ വണ്ടിയാണ്, കോഴിക്കോടിയിൽ തന്നെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 വണ്ടിയാണ്. ഇത്രയും നേരം നമ്മൾ കണ്ട് 2021 മോഡലായിരുന്നു. ഇത് 2022 മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ. 45,000 കിലോമീറ്റർ ഓടിയ സെയിം ഹെക്ടർ, MG ഹെക്ടർ ഷാർപ്പ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഇതിപ്പോൾ വന്ന് കയറിയ വണ്ടിയാണ്, അതുകൊണ്ടാണ് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഫുൾ ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെ, ഒന്നും പറയാനില്ല. 22 മോഡൽ ഓടിയിട്ടുണ്ട്. അല്ല സോറി, മോഡലുണ്ട്. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടല്ലോ. ഇതും ഷോറൂം, ഇതെല്ലാം കോഴിക്കോട് തന്നെ സർവീസ് അല്ല. എല്ലാ സർവീസും കോഴിക്കോട്. എത്ര ചോദിക്കുന്നത്? ഇത് ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്, ടയേഴ്സ് എല്ലാം പുതിയതാണ്. നമ്മൾ ഒന്നും ചെയ്യാനില്ല, കസ്റ്റമർക്ക് ഡയറക്റ്റ് ഓടിച്ചു കൊണ്ടുപോകാനുള്ള കണ്ടീഷനിലുള്ള ഈ വണ്ടി നമ്മൾ 14,500 ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കാം. 14,50,000 രൂപയ്ക്ക് 22 മോഡലിലേക്ക് വന്നേ ഷാർപ്പ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഈ ഒരു MG ഹെക്ടർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാ പേപ്പറും ഓക്കെ ആക്കിയിട്ടാണ് അല്ലേ? ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. 13 to 13.5 വരെ ലോണ് ചാൻസ് ഉണ്ട്. 13 എന്തായാലും ലോൺ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് സെഡാൻ കാറ്റഗറിയാണ്. സ്കോഡ സ്ലാവിയ KL48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വണ്ടി അല്ല? എങ്ങനെ ഡീറ്റെയിൽ? ഇത് സിംഗിൾ ഓണർ സ്കോഡ സ്ലാവിയ. ചെറിയ മാറ്റമുള്ള വെച്ചാൽ 1.5 DSG ആണ്. ഓക്കെ, അതായത് പെർഫോമൻസ് കിങ് GT അല്ലേ? ആ ലെവലിലെത്തി. Volkswagen GTന്റെ ആ ലെവലിൽ അല്ലേ? അതിന്റെ മേത്തലെ മുകളിൽ പറയുള്ളൂ, ഞാൻ താഴെ അറിയില്ല. ഓക്കെ, സ്കോഡയാണ്. സെയിം സാധനം. GTയിൽ വരുന്ന DSG ഗിയർ ബോക്സ് വരുന്നുണ്ട്, പക്ഷേ 1.5 പെർഫോമൻസ് സൈഡ് വേറെ തന്നെയാണ്. ഒരു രക്ഷയില്ല. ഏതാ അടിപൊളി? Volkswagen ആണോ? അതായത് ഇതാണോ? രണ്ടിനും ഒരു മാറ്റവും ഇല്ല. രണ്ടും ഒരേ കുട്ടികളെ സെയിം സാധനം തന്നെ. അപ്പോൾ പെർഫോമൻസ് സൈഡ് നോക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നാണെങ്കിൽ 1.5 DSG എടുക്കുക. വാറണ്ടി ഉള്ള വണ്ടികൾ എടുക്കുക, നമ്മൾ ടെൻഷൻ ഇല്ലാതെ യൂസ് ചെയ്യാം. ഏതാ മോഡൽ പറഞ്ഞേ? 2022 മോഡലാണ്. 7 വർഷത്തെ വാറണ്ടി പാക്കേജ് എടുത്തിട്ടുണ്ട്. സർവീസ് പാക്കേജ് ഉണ്ട്. 2029 വരെ വാറണ്ടി ഉണ്ട്. 61,000 കിലോമീറ്ററാണ് ഇപ്പോൾ വണ്ടി ഓടിയിട്ടുള്ളത്. അത് ത്രൂ ഔട്ട് സർവീസും കമ്പനി ഹിസ്റ്ററിയിലാണ്. എല്ലാം സർവീസും കറക്റ്റായിട്ട് 15,000 കിലോമീറ്ററിൽ ഗ്യാപ്പിൽ ചെയ്യേണ്ട വണ്ടി 12,000 കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ചെയ്യുന്ന കസ്റ്റമറാണ്. പോരാത്തതിന് വണ്ടി ഇറങ്ങി പിറ്റേ ദിവസം സെറാമിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ തൃശ്ശൂരിൽ കൊടുത്തിട്ട് സെറാമിക് ചെയ്ത് അവിടുന്ന് തന്നെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി PPF ചെയ്ത വണ്ടിയാണ്. ഓക്കെ, ടെൻഷനില്ല. ഒര കുടുങ്ങുന്നോ വര വിടുന്നോ കാരണം പൊന്നുപോലെ കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു വര, ഒരു മക്കള് ബാഗ് ഒരതി പോകുമ്പോൾ ഉള്ള വര പോലും സഹിക്കാൻ പറ്റാത്ത ഞാൻ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് അതേ രീതിയിലുള്ളൊരു കസ്റ്റമർ ഉപയോഗിച്ചിട്ട് കൊടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു മുത്തുമണി വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടി അല്ലേ? എത്ര ചോദിക്കുന്നതിനിപ്പോൾ? ഇത് സ്ലാവിയ സ്റ്റൈൽ 1.5 DSG ആണ്. ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് ആണ്. അണ്ടർ വാറണ്ടിയിലുള്ള ഈ വണ്ടി 1 വർഷത്തെ പുതിയ ഇൻഷുറൻസ് അടക്കമാണ് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഫെബ്രുവരിയിൽ ഇൻഷുറൻസ് തീരും. ഓക്കെ, നമ്മൾ 1 ഇയർ ഫുൾ ഇൻഷുറൻസ് അടക്കം നമ്മൾ ചോദിക്കുന്ന വില 14,20,000 രൂപയാണ്. ചോദിക്കുമ്പോൾ ചില കസ്റ്റമേഴ്സിന് സ്ലാബിക്ക് ഇത്ര വില ഇല്ല എന്ന് പറയും. പക്ഷേ 1.5ൻ്റെ വില ആദ്യം പഠിക്കുക. 18 ലക്ഷം രൂപ ഇപ്പോൾ GST കഴിഞ്ഞിട്ട് 1 ലിറ്റർ ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ ഉണ്ട്. ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് 23.5 ലക്ഷം രൂപയാണ് വണ്ടീൻ്റെ വില. ഇപ്പോൾ ഓഫർ കഴിഞ്ഞിട്ട് 22.5 ലക്ഷം രൂപ വണ്ടിക്ക് കൊടുക്കണം.
ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് അന്ന് 23, ഇതിന്റെ മേലെയായിരുന്നു അന്നത്തെ വില. ഓക്കെ, റേറ്റ് ഒക്കെ കുറഞ്ഞ് ഓഫറിലെല്ലാം നിൽക്കുന്നതിനുണ്ട് 22.5 ലക്ഷം രൂപയ്ക്കാണ് വണ്ടി കിട്ടുന്നത്. ഒരു 12-13 ലക്ഷം ലോൺ വരുമോ? ആ, എന്തായാലും കയറുമല്ലോ. 13 എന്തായാലും കയറും. 13 കണ്ണും കൂട്ടിക്കും. ഓക്കെ, അടുത്ത വണ്ടി അത്യാവശ്യം മൈലേജും ഉണ്ട്. ഞാൻ സിറ്റി പക്ക പ്രോപ്പർ സിറ്റിയിൽ ഓടിക്കുമ്പോൾ 9-10 പക്ഷേ ഹൈവേയിൽ എനിക്ക് 14.5 വരെ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. 14 ഗ്യാരണ്ടി. അടുത്ത വണ്ടിയിലേക്ക് കോമ്പാക്ട് SUV വേണം, എന്നാൽ കുറച്ച് മൈലേജും വേണം. അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു ഡീസൽ വണ്ടിയുണ്ട്. KL14 കാസർഗോഡ് വണ്ടിയാണ്. ഒരു 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. കണ്ണും കൂട്ടി കിട്ടും അല്ലേ? എങ്ങനെയാണ്? 2022 മാനുഫാക്ചറിംഗ് ആണ്. ഫസ്റ്റ് ജനറേഷൻ വെന്യൂ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അതിൽ 54,000 വരെ കറക്റ്റ് പ്രോപ്പറായിട്ട് സർവീസ് ഉള്ള വണ്ടി. അതിൽ അടുത്ത മാസം ഫെബ്രുവരി 26 വരെ എക്സ്റ്റൻഡ് വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. വേണമെങ്കിൽ എടുക്കുന്ന കസ്റ്റമേഴ്സിന് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് 28 വരെ വാറണ്ടിയിൽ പോകാൻ പറ്റും, എടുക്കാൻ പറ്റും. 4 പുത്തൻ ടയേഴ്സുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടി. ഓപ്ഷൻ ഫുള്ളിനാ? അല്ല, ടോപ്പിൻ്റെ തൊട്ട് താഴെ SX ആണ് വേരിയൻ്റ് വരിക. SXO ആണ് ഏറ്റവും ടോപ്പിൻ്റെ. ഇതിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, അലോയ് വീൽ വരില്ല, ബാക്കിൽ വൈപ്പർ വരില്ല, എയർ ബാഗ് ഉണ്ടാവില്ല, സൺറൂഫ് വരും, ഓട്ടോ ക്ലൈമറ്റ് AC വരും, ക്രൂസ് കൺട്രോൾസ് വരും, അഡ്ജസ്റ്റബിൾ സീറ്റ്സ് വരും, എല്ലാം വരും. സർവീസ് എല്ലാം പക്കല്ലേ? പ്രോപ്പർ സർവീസ്. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിക്ക് വാറണ്ടി കിട്ടുള്ളൂ. സോറി, വാറണ്ടി ഉണ്ടല്ലോ, ഫെബ്രുവരി വരെ ഉണ്ട്. അതെ. എത്ര ചോദിക്കുന്നതിനിപ്പോൾ? ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്നത് 9,45,000 രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് കൊടുക്കുക. അതിൽ 9 ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഡീസൽ വെന്യൂ 9,45 നിങ്ങൾക്ക് കൊണ്ട് 2021 മോഡൽ 22 മോഡൽ 22 മോഡൽ 9 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് വെറും 45,000 രൂപ ഉണ്ടായാലും നിങ്ങൾക്കൊരു മൈലേജ് ഉള്ള കോമ്പാക്ട് SUV സെഗ്മെന്റ് കൊടുക്കും അല്ലേ? ഓക്കെ, വേറെ ഒരു വർക്കുമില്ലല്ലോ ഇപ്പോൾ? ഇല്ല. ഇൻഷുറൻസ് അടക്കം നമ്മൾ പുതിയ എടുത്തു കൊടുക്കും. ടയർസ് 4 സിയറ്റിൽ പുതിയ ടയറാണ്. സ്റ്റെപ്പിന് ഇറക്കിയിട്ടില്ല. സർവീസ് കഴിഞ്ഞു. ഇപ്പൊ സർവീസ് കഴിഞ്ഞാൽ ഇനി 64 ചെയ്താൽ മതി. സീറ്റ് കവർ പോലും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. അത്രയും നല്ലൊരു വണ്ടി. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോ. അടുത്ത വണ്ടി മറക്കും പോളോൻ എങ്ങനെ മറക്കൂലേ നമ്മള്? മറന്നുള്ളൊരു കളിയില്ല. ഓക്കെ, ഇവിടെ എത്തിച്ചത് ആളല്ലേ. 11 രജിസ്ട്രേഷൻ. അതെ, കോഴിക്കോട് വണ്ടി തന്നെയാണ്. Volkswagen പോളോ. എങ്ങനെ ഡീറ്റെയിൽ ബ്രോ? 1 ലിറ്റർ MPI 2019 മോഡൽ ഹൈലിയം പ്ലസ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 31,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. മോഡൽ 2019 മോഡൽ ഹൈലിയം പ്ലസ് MPI. അതിൽ 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് 4 പുത്തൻ ടയേഴ്സ് മാറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പം കമ്പനി പോയിട്ട് O2 സെൻസർ മാറി വരികയാണ്. ഏകദേശം 10-12,000 രൂപ കോസ്റ്റാണ് O2 സെൻസറിന്. പക്ഷേ O2 സെൻസറാണ് മൈലേജ് ഷോർട്ട് ആകുന്ന സാധനം. നമ്മൾ കൊടുക്കുന്ന ഒരു വണ്ടി മൈലേജ് ഷോർട്ടായിട്ട് ഓടുമ്പോൾ ചീത്തപ്പേര് നമുക്കാണല്ലോ. അപ്പോൾ സെറ്റായി. O2 സെൻസർ അങ്ങോട്ട് മാറ്റി സെറ്റായി. ഓക്കെ, അപ്പോൾ ഇനി ഒന്നും നോക്കാനില്ല. പുതിയ ടയേഴ്സ് ഉണ്ട്, ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1 ലിറ്റർ എഞ്ചിനാണ്, MPI ആണ്, മൈലേജ് ഉണ്ടാവും. സിംഗിൾ ഓണറാണ്. 15 മൈലേജ് കിട്ടും അല്ലേ? എന്തായാലും കിട്ടും. 13 വരെ എന്തായാലും സിറ്റി കിട്ടും. ഹൈവേ 15-16 ആയിട്ട്. പക്ഷേ പോളോന്റെ ആ കംഫർട്ടും ബിൽഡ് ക്വാളിറ്റി എല്ലാം ഫീൽ ചെയ്ത് ഓടിക്കുകയും ചെയ്യാം. അതാണ് ഗുണം. നല്ലൊരു പോളോ. എത്രയാണ് ചോദിക്കുന്നത്? ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്നത് 7,15,000 രൂപയാണ്. 7,15 ആക്കി വണ്ടി കൊടുക്കാം. എത്ര? റൗണ്ട് ആക്കിയിട്ട് വണ്ടി കൊടുക്കാം. എന്നാ പിന്നെ കൊടുക്കാം. അങ്ങനെ പറഞ്ഞാൽ പോരെ. എന്തിനാ എന്നെ പറഞ്ഞ് ചിന്തിപ്പിക്കുന്നു? 7 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർ 31,000 കിലോമീറ്റർ ആകും. ലോ കിലോമീറ്റർ ആണ്. ഈ യൂസ്ഡ് കാർ മാർക്കറ്റിൽ വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ലോ കിലോമീറ്റർ. പിന്നെ പോളോ ഇപ്പം എന്ന് വെച്ചാൽ നിർത്തിയ സംഭവമാണ്. അപ്പോൾ പോളോന് ഇപ്പോഴും ആവശ്യക്കാർ അത്രയുണ്ട്. നമുക്ക് നമ്മുടെ തന്നെ പ്രീവിയസ് നമ്മൾ പണ്ട് ഒരു വീഡിയോ ചെയ്ത് തിരൂരിൽ നിന്നൊരു കസ്റ്റമർ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടി തിരൂരിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നു. 19,000 കിലോമീറ്റർ ഓടിയ വണ്ടി 2 ദിവസം മുന്നേ ശനിയാഴ്ച കൊണ്ടുവന്ന് വന്ന് വണ്ടിയുടെ ഫോട്ടോ ജസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടു. കിലോമീറ്റർ ഒന്ന് മെൻഷൻ ചെയ്തതാ. നമ്മുടെ പഴയ പോളോന്റെ കസ്റ്റമേഴ്സ് തന്നെ തുരുതുരാന്ന് വിളിയായിരുന്നു. ആ ഫസ്റ്റ് വിളിച്ച തിരൂരിൽ നിന്നുള്ള കസ്റ്റമർക്ക് തന്നെ തിരൂർ വണ്ടി കൊടുത്ത് മറ്റന്നാൾ ഡെലിവറി, വെള്ളിയാഴ്ച ഡെലിവറിയാണ്. അപ്പോൾ അതാണ് അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാതെ. ഇപ്പോഴും അങ്ങനെ ആൾക്കാരുള്ള വണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. അടുത്ത വണ്ടിയിൽ അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റ് സെലേറിയോ. ഇത് മാത്രമല്ല ഇയോൺ ഉണ്ട് ചെറുതില്ലേ ഇവിടെ സ്റ്റോക്ക്. നമുക്ക് എക്സ്ചേഞ്ച് ഒന്നും വണ്ടികളാണ്. ഇത് KL71 നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെയാ? 2017 മോഡൽ സെലേറിയോ VXI ഓട്ടോമാറ്റിക് വണ്ടി. 75,000 കിലോമീറ്റർ ഓട്ടോ. ഓക്കെ, സർവീസ് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്ന വണ്ടി. ഇപ്പം അതിൻ്റെ ചെറിയ 1-2 ടച്ചപ്പും അതിൻ്റെ ഒരു ബോൾ ജോയിൻറ്റും മാറാനുണ്ടായിരുന്നു സ്റ്റിയറിങ്ങിൻ്റെ. അതെല്ലാം മാറി നമ്മൾ
17 VXI ഓട്ടോമാറ്റിക് ആണ്, AMT ഗിയർ ബോക്സ്. ചെറിയ വണ്ടി ടൗണിലൊക്കെ അഡീഷണൽ ഒരു വണ്ടി വേണ്ടവർക്കും അതേപോലെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് നോക്കുന്നവർക്കും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല വണ്ടി അല്ലേ, ഒരു ഫാമിലി പർപ്പസിന് പറ്റിയ വണ്ടി. മൈലേജ് ഉണ്ടോ അത്യാവശ്യം ഓട്ടോമാറ്റിക് തന്നെ, ഒരു 13-16 റേഞ്ച് എന്തായാലും കിട്ടും അല്ലേ? അതിന്റെ മേലെ കിട്ടും മാരുതി അതിനോണ്ട് എന്തായാലും മൈലേജ് ഓറിയന്റഡ് ആണല്ലോ. ഓക്കെ. മേജർ ക്ലെയിം അങ്ങനത്തെ ഇല്ല ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത് ഈ വണ്ടി? നമുക്ക് ചോദ്യമില്ല, നമുക്ക് എക്സ്ചേഞ്ച് കിട്ടിയ റേറ്റ്. അതിൽ ചെറിയൊരു 5000 രൂപ എക്സ്പെൻസ് ഉണ്ട്, ടച്ചപ്പും ആ ബോൾജനും മാറിയതല്ല. ആ എക്സ്പെൻസ് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. 3,75,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 3,75,000 2017 മോഡൽ VXI ഓട്ടോമാറ്റിക് സെലേറിയോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണർ 3.5 വരെ കിട്ടും. 3.5 വരെ കിട്ടും, ചാൻസ് ഉണ്ട് അല്ലേ? പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. അടുത്ത വണ്ടി പോളോ GT. ഇതാ അടുത്തത് KL 11 വണ്ടി, പഴയ GT KL 1.2 അടിപൊളി ടയേഴ്സ്. 19 മോഡൽ. 19. ഓക്കെ. ലാസ്റ്റ് അല്ലേ? DST ഇറങ്ങുന്ന DSTന്റെ ലാസ്റ്റ് ആണ്. പിന്നെ ടോർക്ക് കൺവെർട്ടറിലേക്ക് പോയി അല്ലേ സാധനം? ഓക്കെ. ഇത് 1.2 ലിറ്റർ DST ഗിയർ ബോക്സിൽ വരുന്ന GT DSI ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. 1,05,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സർവീസ് പ്രോപ്പർ ഫുൾ ഷോറൂം സർവീസ് കോഴിക്കോട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കോഴിക്കോട് വണ്ടിയാണ്. ഫസ്റ്റ് ഓണറും കോഴിക്കോട്, സെക്കൻഡ് ഓണറും കോഴിക്കോട് തന്നെയാണ്. പാവങ്ങാട് ഷോറൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കസ്റ്റമർ വീട്. അവിടെ തന്നെയാണ് സർവീസ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ 1.5 ആയിട്ടുള്ളത്. 7,50,000 രൂപയ്ക്ക് നെറ്റ് പ്രൈസിൽ നമുക്ക് വണ്ടി കൊടുക്കുക. GT ആണ്. 2019 GT DST ഗിയർ ബോക്സ് വരുന്ന GT TSI പഴയ പോളോ പെർഫോമൻസ് പ്രധാനത്തിലുള്ള 30,000-35,000 കിലോമീറ്റർ കുറവുണ്ടെന്നാണെങ്കിൽ 9 to 9.25 ലക്ഷം രൂപ KL വണ്ടിക്ക് കോഴിക്കോട് മാർക്കറ്റ് വരുന്ന വണ്ടിയാണ്. കോഴിക്കോട് മാർക്കറ്റ്, കോഴിക്കോട് അത്രയും വില വരുന്നുണ്ട്. ഈ ഒരു 1,05,000 ഓടിയോണ്ടാണ് ഈ ഒരു മാറ്റം വന്നത്. എന്തായാലും പ്രോപ്പർ സർവീസ് പോയ വാഹനമാണ് അല്ലേ? കിലോമീറ്റർ കൂടുതൽ പെട്രോൾ അതിനെ കൊണ്ട് വലിയ വിഷയമില്ല, പ്രോപ്പർ സർവീസ് ഉള്ളതിനെ കൊണ്ട്. പക്ഷേ മാർക്കറ്റിൽ എപ്പോഴും വെക്ക് കിലോമീറ്റർ കൂടുന്നതിനനുസരിച്ചുള്ള ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് 7.5 ലക്ഷം രൂപയ്ക്ക് നെറ്റ് നമുക്ക് കൊടുക്കുക. അതിൽ മറ്റ് എക്സ്പെൻസസോ കാര്യങ്ങളൊന്നുമില്ല, പ്രോപ്പറായിട്ട് സർവീസിലുള്ള പോകുന്ന വണ്ടിയാണ്. 1.2 GT DST വേണ്ട ആൾക്കാർക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അടിപൊളിയുണ്ട്. DST പഴയ TSI യാഥാർത്ഥ്യമാക്കിയ സാധനം. ഓക്കെ. അപ്പോൾ അത് വേണ്ടവർ GT തപ്പി നടക്കുന്നവരിതാ കിട്ടില്ല പ്രൈസിനാണ് കിട്ടുന്നത്. ഫുൾ ഓൺ വരും, ഏകദേശം ഫുൾ ഓൺ തന്നെ ചാൻസ് ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക് ഏതായാലും പോളോ GT കണ്ടു. ഇനി ഒരു ടൈഗൂൺ കാണാം അല്ലേ? ഫോക്സ്വാഗൺ ടൈഗൂൺ KL 63 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് സിംഗിൾ ഓണർഷിപ്പിൽ 63 എന്ന് പറയുമ്പോൾ അങ്കമാലി രജിസ്ട്രേഷൻ. അങ്കമാലി 2022 മോഡൽ, 45,000 കിലോമീറ്റർ ഓടിയ 1 ലിറ്റർ ഓട്ടോമാറ്റിക്. മിഡിൽ ഓപ്ഷൻ ആണ് വരിക. ഹൈലൈൻ എന്ന് പറഞ്ഞ വേരിയന്റ്. വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടോ? 26 വരെ വാറണ്ടി ഉണ്ട്. 26 വരെ നിൽക്കും അല്ലേ? കമ്പനി വാറണ്ടി തന്നെ ആയിരിക്കും. 4 വർഷം കൊടുക്കുന്നല്ലേ? 4 വർഷമാണ് ബേസിക് വാറണ്ടി. 4 വർഷം തന്നെ ഉണ്ട്. പിന്നെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ല. ഇതുവരെയുള്ള സർവീസ് എല്ലാം പ്രോപ്പർ ആയിട്ട് കമ്പനി സർവീസിൽ. ഹൈലൈൻ ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് മിഡിൽ ഓപ്ഷൻ. ഓക്കെ. സീറ്റ് വെന്റിലേഷൻ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ല. പുഷ്പട്ടം വരുമോ? പുഷ്പട്ടം വരില്ല. പുഷ്പട്ടനും സൺറൂഫ് വരില്ല. പിന്നെ അലോയിലെ ഡിസൈനിൽ ഡിഫറൻസ്. ഡിസൈനിൽ ചെറിയ മാറ്റം. ഇതും അലോയ് തന്നെയാണ്. 1 ലിറ്റർ ടർബോ അല്ലേ? 1 ലിറ്റർ ടർബോ TSI ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരാം. ഓക്കെ. ഇതിന്റെ GT DST തന്നെയല്ലേ വരുന്നത്? GT DST 1.5 DST. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്നത് 11,35,000 ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് കൊടുക്കാം. അതിൽ മാക്സിമം ഫണ്ടിങ് 11.5 വരെ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള ഫുൾ ലോണ് ചാൻസ് ഉള്ള വാഹനമാണ് അല്ലേ? 35,000 ചോദ്യം വരുന്നത്. എന്തായാലും ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ ഇതും നല്ലൊരു പെർഫോമൻസ് ഓറിയന്റഡ് അല്ലേ? സേഫ്റ്റി വിത്ത് സേഫ്റ്റി ടെൻഷൻ ഇല്ലാതെ. അതെ. 26 വരെ കൂടുതൽ ചീത്ത പേരുള്ളത് വോക്സ്വാഗൻ ആയാലും. 26 എത്ര മാസം? 26 6 മാസമാണ് വണ്ടി. 8 മാസമാണ് രജിസ്ട്രേഷൻ, 6 മാസമാണ് മാനുഫാക്ചറിങ്. അപ്പോൾ എന്തായാലും 6 മാസം വരെ വാറണ്ടി ഉണ്ട്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു 4 വർഷം കൂടി ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാം. 2+2 ആയിട്ട് പോവാം. അപ്പോൾ താല്പര്യമില്ലാതെ കൊണ്ടുപോകാം. ഫുൾ ഓൺലി കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിൽ ഹ്യുണ്ടായി ക്രെറ്റ വന്നു. KL 61 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ ബ്രോ? ഇത് 2021 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ 21 12 മാസം വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടിയാണ്. 24,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വേരിയന്റിൽ ബേസ് മോഡൽ. 4 വർഷം കൊണ്ട് 24,000. ബേസ് മോഡൽ എന്ന് വെച്ചാൽ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഫീച്ചേഴ്സ് അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ ഉണ്ട്, ചെയ്തിട്ടുണ്ടല്ലോ. അഡീഷണൽ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ്. റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ സാധനം തരി പോലും ഇല്ല. ലോ കിലോമീറ്റർ വണ്ടി, 10 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
ക്ലെയിം ഒരു ക്ലെയിമും ഇല്ല അല്ലേ? വീട്ടിൽ നിർത്തിയിട്ട് ഇപ്പോൾ NRIസിനൊക്കെ ആപ്റ്റായിട്ടുള്ള വണ്ടിയാണ്. കാരണം നിർത്തിയിട്ട് പോകാൻ ധൈര്യമായിട്ട്, പെട്രോളാണ്, ടെൻഷനില്ല. നിർത്തിയിട്ട് വലിയ കിലോമീറ്ററുള്ള വണ്ടിയല്ല, 24,000 രൂപ കൂടിയുള്ളൂ. നമ്മൾ തന്നെ കൊടുത്ത വണ്ടിയാണ്. ഓക്കെ. ഫസ്റ്റ് ഓണറുള്ള സമയത്ത് നമ്മളെടുത്ത് നമ്മൾ തന്നെ നമ്മളൊരു കസ്റ്റമർ സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 9,35,000 രൂപയാണ്. 9,20,000 രൂപ നെറ്റ് പ്രൈസിൽ 1 ഇയർ ഇൻഷുറൻസ് അടക്കം നമുക്ക് കൊടുക്കാം. 9,20,000 രൂപയ്ക്ക് 2021 ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ. മാക്സിമം ലോൺ സൗകര്യക്കാരും അടുത്ത വണ്ടിയിലേക്ക്. ക്രെറ്റ കണ്ടു. ഇനിതാ സെൽട്ടോസ്, സെയിം സാധനം തന്നെ, KL2 കൊല്ലം രജിസ്ട്രേഷനാണ്. എങ്ങനെ ഡീറ്റെയിൽ ചെയ്ത്? സിംഗിൾ ഓണർഷിപ്പിൽ. നേരത്തെ കണ്ടത് പെട്രോൾ ആയിരുന്നു, ഇത് ഡീസലാണ്. ഡീസൽ മൈലേജ് ഉണ്ടാവും. ലോ കിലോമീറ്റർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, 2020 മോഡൽ, HTK വേരിയൻറ്റ്, അതായത് മിഡ് വേരിയൻറ്റ്. 4 പുത്തൻ ടയേഴ്സ്, 4ഉം അപ്പോളോൻ്റെ പുത്തൻ ടയേഴ്സ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പുതിയത് മാറ്റിയിട്ടതാണ്. ഓക്കെ. സീറ്റ് കവറും നല്ല സ്റ്റീരിയോയും കാര്യങ്ങളെല്ലാം ഉള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 54,000 കിലോമീറ്റർ, 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതായത് ഒരു പെട്രോൾ വണ്ടീൻ്റെ ഓട്ടം ഓടിയിട്ടുള്ളൂ. അതെ, 5 വർഷം, ആറാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ആകെ 53,000 കിലോമീറ്റർ ഓടിയുള്ളൂ. അതും പ്രോപ്പർ സർവീസാണ്, കമ്പനി സർവീസ് തന്നെയാണ് ചെയ്തു പോകുന്നത്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിയിൽ വന്നിട്ടില്ല. നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമായിട്ട് വണ്ടി യൂസ് ചെയ്ത് ആവശ്യങ്ങൾക്ക് മാത്രം. എന്നാൽ നല്ല മൈലേജും കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 18-19 കിലോമീറ്റർ ഹൈവേയിൽ കാണിക്കുന്നുണ്ട്. മൈലേജ് കാണിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ മൈലേജിൽ നല്ല ഫെസിലിറ്റിയോട് കൂടി ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നല്ല ലെഗ് റൂമും നല്ല സ്പേസും, കുറച്ച് പ്രീമിയം സ്റ്റൈലിലുള്ളൊരു വണ്ടി. ഓക്കെ. മിഡിൽ ഓപ്ഷനാണ്, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. ഇതിലും വരുന്നുണ്ട്. ടോപ്പിലേക്ക് പോകുമ്പോൾ സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ, പുഷ് ബട്ടൺ, ഈ വ്യത്യാസം വരുള്ളൂ. ഓക്കെ. ഓക്കെ. K+ലുണ്ട് തോന്നുന്നു. അതിൽ ബട്ടൺ സ്റ്റാർട്ടും വരും. ബട്ടൺ സ്റ്റാർട്ടും വരും. HTK, HTK+, HTX, X+, GT ലൈൻ, അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ പ്രൈസ് ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 11,85,000 രൂപയെ ചോദിക്കുന്നുള്ളൂ. 11,85. ഡീസലാണ്. HTK 2020 മോഡൽ. ഓക്കെ. അതിൽ മാന്യമായിട്ടുള്ള ചെറിയ മാറ്റം കൂടി വരുത്തി കൊടുക്കാം. അതിൽ മാക്സിമം ഒരു 10 വരെ ലോണും വാങ്ങി കൊടുക്കാൻ പറ്റുന്ന ചാൻസ് ഉണ്ട്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ്. എങ്ങനെ ഡീറ്റെയിൽ ബ്രോ? 2023 മോഡല്, നമ്മുടെ ലാസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് 3 സിലിണ്ടർ വരാതിന്റെ മുന്നുള്ള 4 സിലിണ്ടർ വണ്ടി. അതായത് കാർ ഓടിക്കുന്ന പോലെ ഓടിക്കാം. മറ്റേത് ഭയങ്കരമായിട്ട് വലിമുട്ടൽ ഓട്ടോറിക്ഷ പോലെ ഒരു സംഭവമാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയ, 60,500 ഓടിയിട്ടുണ്ട്. 60,000 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ടയേഴ്സ് ഫ്രണ്ട് എല്ലാം പുതിയ ടയേഴ്സ്, ബാക്ക് ടയേഴ്സ് കുറച്ച് ആവറേജ് ആണ്. ഫ്രണ്ട് ടയർ 2 പുതിയതാണ്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ, പയനിയറിന്റെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്ത് അത്യാവശ്യം വേണ്ട ബേസിക് ഫീച്ചേഴ്സും സാധനങ്ങളും എല്ലാം ചെയ്ത വണ്ടിയാണ്. 7ാം മാസം വരെ, ഈ വർഷം 7ാം മാസം വരെ വാറണ്ടിയിലെത്തായിരിക്കും. അതെ അതെ. 2023 6ാം മാസം വണ്ടി, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 7ാം മാസത്തിലുള്ള വണ്ടി 7,15,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ഓട്ടോമാറ്റിക് VXI ആണ്. ഇതേ മോഡലിൽ നമ്മൾ 23 തന്നെ ഡിവൽ ടോൺ റെഡ് ആൻഡ് ബ്ലാക്കിൽ 2022 മോഡലിൽ ZXi+ ഓട്ടോമാറ്റിക്കും നമ്മളെ കയ്യിലുണ്ട്. അത് ചെറിയ ടച്ചപ്പിന് കൊടുത്താണ്. നമുക്ക് കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, വിഷയമില്ല. ഓക്കെ. ഒരു 6-6.5 വരെ ലോൺ കയറുമോ? ഇതിലെന്തായാലും 6.25 to 6.5 വരെ ചാൻസ് ഉണ്ട്. അടുത്ത വണ്ടിയില്ലേ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ന്യൂ ഷേപ്പ് നെക്സോൺ KL 52 രജിസ്ട്രേഷൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാ. നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു കസ്റ്റമറും വേറൊരു കസ്റ്റമറും നൈസായിട്ടൊരു പണി വന്നു. ഒരു 10-15 ദിവസം രണ്ടാളും കൂടി, ഒരാൾ 15 ദിവസം, ഒരാൾ 10 ദിവസം, 10-25 ദിവസം പെൻഡിങ് ആയി. കുഴപ്പമില്ല. നമ്മൾ ടോക്കൺ വാങ്ങിയിട്ട് ബേസിക്കലി ഇവിടെ 2 രീതിയിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല ഓൾ കേരള, ഓൾ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ടോക്കൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു വാക്കിന് വരെ കൊടുക്കും. ആ ലോണ് പാസ്സാവുന്നവരെ ഒരു ടൈമുണ്ട്, ഹോൾഡ് ചെയ്ത് ലോണ് പാസ്സാവുന്നില്ല. അപ്പോൾ ചില കസ്റ്റമേഴ്സിന് ആ വണ്ടി വിട്ട് കളയാൻ താല്പര്യം ഉണ്ടാവില്ല. അവരെ തെറ്റല്ല, അവർക്ക് ആ വണ്ടിനോടൊരു താല്പര്യം കൊണ്ടാണ്. പിന്നെ ലോ കിലോമീറ്ററാണ്, ആ നല്ലൊരു ഡീലായിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ലോണ് പാസ്സാവുന്നേ ഇല്ല. അപ്പോൾ ആ ഡിലേ പീരീഡ് വേറൊരു കസ്റ്റമറുടെ ഡോക്യുമെൻ്റ് കൊടുക്കും, പിന്നെയും മറ്റൊരു കസ്റ്റമറുടെ ഡോക്യുമെൻ്റ്, അങ്ങനെ 3 പ്രാവശ്യമായിട്ട് കൊടുത്ത് ആദ്യത്തെ 15 ദിവസം പോയി. പിന്നെ അടുത്തൊരു 10 ദിവസം അതേപോലെ തന്നെ ഡോക്യുമെൻ്റ് കൊടുത്ത് അവരെ കുഴപ്പമില്ല. പണ്ട് എപ്പോഴോ ഒരു 4-5-6 വർഷം മുന്നേ സിബിലിൽ ബുദ്ധിമുട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരായിട്ട് ചെയ്തതല്ല. കാരണം 2020-21 കാലഘട്ടത്തിലൊക്കെ ഈ കൊറോണ വന്ന സമയത്ത് എല്ലാവരും സിബിൽ നന്നായിട്ടൊന്ന് പൊട്ടിയായിരുന്നു. അപ്പോൾ അത് ഇപ്പം അതൊക്കെ ഇപ്പോഴും അത് ലിസ്റ്റിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെ ഡീറ്റെയിൽ
23 മോഡൽ 24 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് 18,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സ്മാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്, സൺറൂഫ് ഉള്ള ബേസ് മോഡലിന്റെ മുകളിലാണ് വേരിയന്റ് വരിക. 27 വരെ വാറണ്ടി ഉണ്ടാവില്ലേ? പിന്നെ വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിന്റെ മുകളിലാണ്. സൺറൂഫ് ഉള്ള വേരിയന്റ് ഇല്ലാത്ത വേരിയന്റ് തന്നെ സ്മാർട്ടിൽ 2 വേരിയന്റ് വരുന്നുണ്ട്. സൺറൂഫ് വരുന്ന സ്മാർട്ട് പ്യുവർ എന്നാണ് പേര്. സ്മാർട്ട് ബേസും പ്യുവർ മിഡും ആണ് വരുന്നത്. പണ്ടത്തെ നമ്മുടെ XM വേരിയന്റ് അങ്ങനെ പറയാം. XMSൽ വരുന്ന വേരിയന്റ്. അതെ, എളുപ്പത്തിൽ അതാണ് കസ്റ്റമേഴ്സിന്. പിന്നെ എല്ലാ ഫീച്ചേഴ്സും പക്ക ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനിൽ വരുന്ന സാധനങ്ങളാണ്. അതായത് ലോഗോ ഒക്കെ മറ്റേ ഡിജിറ്റൽ ഇതാണ്. അതെ, സ്റ്റിയറിംഗിലെ ഡിജിറ്റൽ ലോഗോ, പിന്നെ 6 എയർ ബാഗ്സ് ബേസിക് ആണല്ലോ ഇപ്പോൾ. 6 എയർ ബാഗ് മാൻഡേറ്ററി ആയി എല്ലാ വണ്ടിക്കും. പിന്നെ ഈ ന്യൂ ഷേപ്പ് വന്നപ്പം ബേസിക് ഫീച്ചറായിട്ട് തന്നെ തൈ സപ്പോർട്ട് ഫ്രണ്ട് സീറ്റിനും ബാക്ക് സീറ്റിനും നെക്സോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര യാത്രാസുഖമാണ്, കംഫർട്ടാണ്. ബാക്ക് സീറ്റിലെ യാത്രക്കാർക്കും കൂടുതൽ സുഖം കിട്ടും. എത്ര ചോദിക്കുന്നതിനിപ്പോൾ ഈ വണ്ടി ചോദ്യം നമ്മൾ പഴയ വീഡിയോയിലുണ്ട്, 865 ഈ വണ്ടി നമുക്കിപ്പോൾ ഫൈനൽ കോസ്റ്റ് കട്ട് ചെയ്യാന്നുള്ള ലെവലിൽ 8,35,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. 8,35,000 2023 മോഡൽ 24 രജിസ്ട്രേഷൻ പ്യൂർ ഓപ്ഷൻ വരുന്ന സൺറൂഫ് വരുന്ന ഈ ഒരു നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുകയാണ് വണ്ടി. 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. അതെ, ഇത് വണ്ടി ഫ്രഷിന്റെ വില ഇപ്പോഴത്തെ വില 11,85,000 രൂപയാണ് ഈ ഓപ്ഷൻ അല്ല. അതെ, ഇവർ എടുക്കുന്ന സമയത്ത് 12,60,000 രൂപയാണ്. കൂടുതലായിട്ട് പിന്നെ GST കുറഞ്ഞപ്പോൾ ഇപ്പോൾ ഓഫർ കഴിഞ്ഞ് 11,85,000 12 റേറ്റ്. അതിൽ പിന്നെയും ഓഫർ കഴിഞ്ഞിട്ട് 11,85,80 ആ റേറ്റ് ആണ് ഓൺ റോഡ് വരുന്നത്. ഓക്കെ, അന്ന് കൂടുതലായിരുന്നു. അതെ, ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. നമ്മളെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. പലരും വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കാറുണ്ട്, ചാനലിന്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കും, ബ്രോ വണ്ടി ഉണ്ടോ? ഞാനെന്ത് ചെയ്യാൻ, ഏത് വീഡിയോ കണ്ടിട്ട് ഇവര് വിളിക്കുന്നത് എനിക്കറിയാലോ. അപ്പോൾ നമ്പർ നോക്കി വെച്ചോ. വീഡിയോ റൈറ്റ് ഓഫ് കോർണർ തന്നെ ഉണ്ട്, അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ കമ്മിങ്. ബൈ.